സ്വഹാബത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് സ്വഹാബത്തിന്റെ മുന്നിലേ വന്നുകൊണ്ട് പറയുന്നു, ഓ സ്വഹാബത്തേ, മുഅ്മിനീങ്ങളെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ, മുസ്ലിമീങ്ങളെ അടക്കിയിരിക്കുന്ന ഖബറാളികളുടെ ഭാഗത്തേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോ അവരുടെ അട്ടഹാസം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സ്വഹാബത്തേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ അവർ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരെ മുഅ്മിനീങ്ങളെ അടക്കിയിരിക്കുന്ന ഖബറിന്റെ ഭാഗത്തേക്ക് കടന്നു ചൊല്ലുമ്പോ, മുസ്ലിമീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്തേക്ക് കടന്നു ചൊല്ലുമ്പോ എന്താണ് അട്ടഹാസം കേൾക്കുന്നത് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ സ്വഹാബാ, അവര് നിലവിളിക്കുന്നത് എന്താണെന്നറിയുമോ? അവരൊറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്വഹാബത്തെ അവർ നിലവിളിക്കുന്നത്. വെറുമൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിലവിളിക്കുന്നത്. അല്ലാഹുവേ, എൻ്റെ ചെറുപ്പക്കാരാ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് ഖബറാളികളെ കിടന്നുകൊണ്ട് അട്ടഹസിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തേ, അവര് ഖബറിൽ കടന്നുകൊണ്ട് അട്ടഹസിക്കുന്നത് എന്താണെന്നറിയുമോ സ്വഹാബാ? അവര് ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയുന്നത്, എന്റെ സമയം മുഴുവനും ദുനിയാവിൽ ഞാൻ കളിച്ചു ചിരിച്ചുകൊണ്ട് നടന്നവനാണ്, അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നവരാണ്. എനിക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന മുഴുവൻ അനുഗ്രഹമാകുന്ന സമയമുണ്ടല്ലോ, എന്റെ ആരോഗ്യ സമയമുണ്ടല്ലോ, അത് മുഴുവനും ഞാൻ ചെലവഴിച്ച് കളഞ്ഞവനാണ്. അല്ലാഹുവേ, ഇന്ന് ഞാൻ ഖബറിൽ കടന്നുകൊണ്ട് അട്ടഹസിക്കുന്നത് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ദുനിയാവിൽ വെച്ചുകൊണ്ട്, റബ്ബേ, ഞാൻ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചു പോകുന്ന എന്റെ സമയമുണ്ടല്ലോ, ആ സമയത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പൊട്ടിക്കരയുന്നത് എന്ന് ഖബറാളികൾ അട്ടഹസിക്കുന്നതെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, നാളെ സമയത്തിന് വേണ്ടിയിട്ടാണ് ഖബറാളികൾ ഓരോരുത്തരും പൊട്ടിക്കരയുന്നത്. എന്റെ ചെറുപ്പക്കാരോ, കുറ്റിത്തെരുവിൽ SKSFന്റെ പ്രവർത്തനം നടക്കുന്ന പൊന്നുപോരേ, നിന്റെ ഓരോ സമയവും ദീനീ മാർഗത്തിന് വേണ്ടിയിട്ട് നീ മാറ്റിവെക്കുമ്പോ നാളെ നീ ഖേദിക്കേണ്ടി വരില്ലടാ പൊന്നു ചെറുപ്പക്കാരാ. നാളെ ഖബറിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരയേണ്ട അവസ്ഥ നിനക്ക് വരില്ലടാ പൊന്നുപോരേ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നീ കാഴ്ചവെക്കുന്നത്. എങ്കിലിന്ന് നമ്മൾ നടക്കുന്ന ചെറുപ്പക്കാരോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ, നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോ, ദീനീ പ്രവർത്തനത്തിന്റെ കാര്യം പറയുമ്പോ പുച്ഛിച്ചുകൊണ്ട് പുഞ്ചരിച്ചുകൊണ്ട് കളിയാക്കിയിട്ട് കടന്നു പോകുന്നവരുണ്ടല്ലോ. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ നിസ്കരിക്കാതെ കണ്ട് നടക്കുകയാണ്. അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് ബാങ്കുലി കേട്ടിട്ട് പോലും പള്ളിയിലേക്കൊന്ന് കയറിയിട്ട് അല്ലാഹുവിന്റെ മുന്നിലേക്കൊന്ന് സുജൂദ് ചെയ്യാ പോലും മനസ്സ് കാണിക്കാത്ത എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നാളെ നിന്നെയതാ കാത്തിരിക്കുന്നത് ഖബറാണടാ പൊന്നുപോരേ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്തിനോട് പറയുന്നു, സഹാബത്തേ, അല്ലാഹുവിന്റെ പ്രവാചകർ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സഹാബത്തെ, നിന്റെ മുന്നില് ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് നിന്റെ റൂഹിനെ പിടിക്കുവാനുള്ള അനുവാദം അല്ലാഹു തആലയോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പൊന്നു ചെറുപ്പക്കാരാ,
നിന്റെ വീട്ടിലേക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം നിന്റെ മുന്നിലേക്ക് വരുന്നതാണ്. സുബ്ഹിയുടെ സമയത്ത് നിന്റെ മുന്നിലേക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്ന ചെറുപ്പക്കാരാ, സുബ്ഹിയുടെ സമയമായിരിക്കുന്ന പൊന്നുപോര്. അല്ലാഹുവേ, അസ്രായിലാണ് പറയുന്നത്, സുബ്ഹിയുടെ സമയമായിരിക്കുന്നടാ ചെറുപ്പക്കാരാ, പോയെന്ന് നിസ്കരിക്കടാ, പോയെന്ന് നിസ്കരിക്കടാ. ആ സമയത്ത് നമ്മൾ നല്ലതുപോലെ പുതച്ചുകൂടി കിടക്കുകയാണ്, സുബ്ഹി ഖളാക്കുകയാണ്. രണ്ടാമത് ദുഹറിന്റെ സമയത്തും നിന്റെ മുന്നിലേക്ക് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. എന്നിട്ട് പറയുന്ന ചെറുപ്പക്കാരാ, ളുഹറിന്റെ സമയമായടാ പൊന്നുപൂരി, ഒന്ന് പോയെന്ന് നിസ്കരിക്കടാ, ഒന്ന് പോയെന്ന് നിസ്കരിക്കടാ എന്ന് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. എന്റെ ഉമ്മ പെങ്ങന്മാരോട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ കയ്യിലൊരുക്കുന്ന മൊബൈൽ കൊണ്ട് എത്ര സമയമാ നമ്മൾ ചിലവഴിച്ചു കളയുന്നത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും ആ ബാങ്കിന് മറുപടി കൊടുക്കാതെ കണ്ട് മൊബൈൽ നോക്കിയിരിക്കുന്ന പെങ്ങള്, നിനക്കെന്താ സംഭവിച്ചു പോയത്? നിന്റെ മനസ്സിനെന്താ സംഭവിച്ചു പോയത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയല്ലേ, അവസാന നാളിൽ ഒരു ഉമ്മത്തതാ കടന്നു വരുന്നതാണ്. അവസാന നാളാകുമ്പോ ഒരു സമുദായം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാ സമുദായം എന്നറിയുമോ? പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ആ ബാങ്ക് വിളിക്ക് മറുപടി കൊടുക്കാതെ കണ്ട് ശൈത്താന്റെ, അല്ലാഹുവേ ശൈത്താന്റെ കൂടെ അല്ലാഹുവേ ശൈത്താന്റെ എല്ലാ വാദ്യ ഉപകരണങ്ങളുടെ കൂടെ അതിനോട് ദുനിയാവിനോട് മതിമറന്നു കൊണ്ടുപോകുന്ന ഒരു സമുദായം ഈ ലോകത്തിലേക്ക് വരുന്നു. അവസാന നാളിൽ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ആ സമുദായമാണോ നമ്മളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. അല്ലാഹുവേ, മൊബൈൽ എടുത്ത് വെച്ചുകൊണ്ട് ബാങ്ക് വിളിച്ചാലെന്തോ, നമസ്കാരത്തിന്റെ സമയമായാലെന്തോ, അല്ലാഹുവേ, മരണ വീട്ടിൽ പോയിട്ട് പോലും ആ മയ്യത്തിന്റെ മുന്നിലിരുന്നു കൊണ്ടൊരു ഫാത്തിഹ പോലും ഓതാൻ കഴിയാതെ കൊണ്ടു, ഒരു സൂറത്തുൽ ഇഖ്ലാസ് പോലും ഓതാതെ കണ്ടു, ഒരു സൂറത്ത് യാസീൻ പോലും ഓതാതെ കണ്ടു, ഉസ്താദ് ബന്ധുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഒന്ന് ആമീൻ പോലും പിടിക്കാതെ കണ്ടു, കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തുകൊണ്ട് വാട്സപ്പിന്റെ ഓരോ പിക്ചറുകളും നോക്കിയിട്ട് വീഡിയോസുകളും നോക്കിയിട്ട് പൊട്ടിച്ചുരുക്കുന്നവര്, നിന്റെ മുന്നിൽ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ ആ ചെറുപ്പക്കാരാ, അതേപോലെ റൂഹ് പോയിട്ട് ഒരു മയ്യത്തിനെ പോലെ നീയും നാളെ കിടക്കുന്നതാണടാ പുണ്ടുപൂര്. വല്ല ഓർമ്മയുമുണ്ടോ? നിന്നെ യഥാ ഇബ്ലീസ് പിടിച്ചിരിക്കുകയാണ്, നിന്റെ മനസ്സ് മുഴുവനും ഇബ്ലീസ് കടന്നു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പള്ളിയിൽ നിന്ന് നമ്മളെ വിളിച്ചു പറയുന്ന ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് കടന്നു വരുമ്പോ, വിജയത്തിലേക്ക് കടന്നു വരുമ്പോ, വിജയത്തിലേക്ക് നിന്നെ വിളിക്കുന്ന സമയമതാ നീ ഇബ്ലീസിന്റെ പുറകിലതാ പോയിരിക്കുന്നു. അല്ലാഹുവേ, വഴിപിഴച്ചു പോകുന്ന സമുദായമായിട്ട് നമ്മൾ കടന്നു പോകുമ്പോ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയുമോ? പ്രകൃതി ദുരന്തങ്ങളല്ലേ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്, ഒരുപാട് പ്രശ്നങ്ങളല്ലേ. അല്ലാഹുവേ, ഇന്ന് പേരറിയാത്ത രോഗങ്ങളല്ലേ കടന്നു വരുന്നത്. രോഗവുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് പല ടെസ്റ്റുകളും ചെയ്തു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാർക്ക് പോലും അറിയില്ലല്ലോ എന്ത് രോഗമാണെന്ന്. ലോകത്തുള്ള മുഴുവൻ ഹോസ്പിറ്റലുകൾ മുഴുവനും നമ്മൾ തെണ്ടി ഇറങ്ങി നടന്നിട്ട് പോലും നിനക്ക് പിടിച്ചിരിക്കുന്ന രോഗം എന്താണെന്നറിയാതെ കണ്ട് കറങ്ങി നടക്കുകയില്ലേ. എന്താ കാര്യമെന്നറിയുമോ പെങ്ങളെ? എന്താ
കാര്യമെന്നറിയുമോ ചെറുപ്പക്കാരോ? അല്ലാഹുവിനെ നീ മറന്നുപോയടാ, അല്ലാഹുവിനെ നീ മറന്നുപോയടാ. അല്ലാഹു തആല തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ, അല്ലാഹു തആല തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ, എന്നെ ആരെങ്കിലും മറന്നുപോയോ അവനിടുക്കമാകുന്ന ജീവിതം കൊടുത്ത് ഞാൻ പരീക്ഷിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ അല്ലാഹുവിനെ മറന്നുപോയിട്ടുള്ള ജീവിതമാണ്. നമസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് പോലും മൊബൈലിൽ ഒരു കോള് വരുമ്പോൾ ആരാണ് വിളിച്ചതെന്നുള്ള ചിന്തയോടെ നമസ്കാരത്തിൽ നിന്ന് ആ നമസ്കാരം മുഴുവനും ബാത്തിലാക്കി കളയുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് സമുദായം മുഴുവനും പോകുമ്പോൾ. എല്ലാവരും പള്ളിയിലേക്ക് നോക്കുമ്പോൾ പള്ളി നിറച്ചാളാണല്ലോ, ദിക്റിന്റെ മജ്‌ലിസിൽ ആളുണ്ടല്ലോ, മതപ്രഭാഷണ മജ്‌ലിസിൽ ആളുണ്ടല്ലോ. അല്ലാഹുവേ, മജ്‌ലിസ് നൂറ് നടത്തുമ്പോഴും ഒരുപാട് ആൾക്കാർ കടന്നു വരുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ തടി മാത്രമാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ തടി മാത്രമാണ് പള്ളിയിലുള്ളത്, നമ്മുടെ തടി മാത്രമാണ് മജ്‌ലിസിലുള്ളത്, നമ്മുടെ നാവ് മാത്രമാണ് ദിക്ർ ചൊല്ലുന്നത്, നമ്മുടെ നാവ് മാത്രമാണ് സ്വലാത്ത് ചൊല്ലുന്നത്, നമ്മുടെ നാവ് മാത്രമാണ് ദുആ ചെയ്യുന്നത്. നിന്റെ ഖൽബുണ്ടല്ലോ ചെറുപ്പക്കാരാ, നിന്റെ ഖൽബദാ ദുനിയാവിന്റെ പല ഭാഗങ്ങളിലേക്കും കടന്നു പോയിരിക്കുകയാണ്. അല്ലാഹുവേ, മുസല്ല എടുത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൈകെട്ടുമ്പോ അല്ലാഹുവേ, ഫുഖഹാക്കൾ പോലും പറയുന്നത് എന്താണെന്നറിയുമോ? ഒന്ന് ചെറുപ്പക്കാരാ, ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടക്കുന്നവര്, ഞാൻ വലിയ നമസ്കാരക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പടക്കുന്നവര്, നിന്റെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ ദിക്ർ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ ഇരുത്തം അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. നിന്നെ നമസ്കരിക്കുന്ന നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരത്തിൽ മുസല്ലയിൽ ചവിട്ടി നീ നിൽക്കുമ്പോ നിന്റെ തടി മാത്രമാണടാ അവിടെ നിൽക്കുന്നത്. നിന്റെ മനസ്സ് മുഴുവനും ദുനിയാവിലേക്ക് പാറിപ്പറന്ന് നടന്നിരിക്കുകയാണ്. എന്റെ ബിസിനസിന്റെ കാര്യത്തെ ഓർത്തുകൊണ്ട്, കച്ചവടത്തിന്റെ കാര്യത്തെ ഓർത്തുകൊണ്ട്, മക്കളുടെ ഭാവിയെ ഓർത്തുകൊണ്ട്, മക്കളുടെ പഠിത്തത്തെ കുറിച്ച് ഓർത്തുകൊണ്ട്, അങ്ങനെ ദുനിയാവിന്റെ ആഡംബരങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് നിന്റെ മനസ്സ് മുഴുവനും പാറിപ്പറന്നുകൊണ്ട് നടന്ന് ആരെങ്കിലും നമസ്കാരത്തിലേക്ക് കടന്ന് ഫുഖഹാക്കൾ പറയുന്നത് എന്താണെന്നറിയുമോ? പൊന്നുപോലെ നിന്റെ നമസ്കാരം ഒരിക്കലും സ്വീകരിക്കുന്നതല്ല, നിന്റെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല, നിന്റെ നമസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ട. നിന്റെ നമസ്കാരം അല്ലാഹു തആലയുടെ മുന്നിലേക്ക് നാളെ കടന്നു വരുമ്പോ അല്ലാഹുവേ, നാളെ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ട് നാളെ മഹ്ശറിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഓരോരുത്തരും വന്ന് നിൽക്കുന്നതാണ്. ഞാനും നിങ്ങളും ഓരോരുത്തരും നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോ ഓരോരുത്തരുടെയും അമൽ കൊണ്ടുവന്ന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ വന്നുകൊണ്ടിടുമ്പോ ഓരോ മലായികത്തുകൾ കടന്നു വന്നുകൊണ്ട് ഓരോരുത്തരായിട്ട് അവരോര് ചെയ്തതായ നന്മയും തിന്മയും വന്നുകൊണ്ട് നോക്കുമ്പോ പൊന്നുമോനെ, നീ പറയുന്നതാണ് അവിടെ വെച്ചുകൊണ്ട് പറയുന്നതാണ്, എന്നെ നല്ല ഓർമ്മയുള്ള പ്രായം മുതൽ ഞാൻ നമസ്കരിക്കുന്നവനാണ്, ഞാൻ മരിക്കുന്ന സമയം വഴിയും ഞാൻ മരിക്കുന്നത് പോലും നമസ്കാരത്തിൽ വെച്ചായിരുന്നു എന്ന് നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്നറിയുമോ? പൊന്നുപോലെ, നിന്റെ നമസ്കാരം അതാ സ്വീകരിക്കപ്പെടാൻ പറ്റുന്ന നമസ്കാരമല്ലടോ. നീ നമസ്കരിക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോ നിന്റെ തടി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്, നിന്റെ മനസ്സ് ദുനിയാവിന്റെ പല ഭാഗങ്ങളിലേക്ക് കറങ്ങി നടക്കുകയായിരുന്നു. അതുകൊണ്ട് നിന്റെ നമസ്കാരം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അവിടെ വെച്ചുകൊണ്ട് മലായികത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല പറയുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരം, നമ്മുടെ ഓരോരുത്തരുടെയും അമല് അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൈകെട്ടി പോയി നിൽക്കുമ്പോൾ കച്ചവടത്തിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്, കടയുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്, ബിസിനസിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്, മക്കളുടെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. സുബ്ഹാനല്ലാഹ്,
അല്ലാഹുവേ, അപ്പോൾ 10-60 വയസ്സ് 10-60 കൊല്ലമായിട്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ നിസ്കാരം മുഴുവനും ബാത്തിലാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് നീ നിസ്കരിച്ചെങ്കിൽ നിൻ്റെ നിസ്കാരം ബാത്തിലാണ്, നിൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല. അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. പിന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ടൊക്കെ, ഈ സദസ്സിൻ്റെയൊക്കെ ഇൽമിൻ്റെ സദസ്സിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഇൽമിൻ്റെ മജ്ലിസിലൊക്കെ നമ്മൾ വന്നിരിക്കണമെന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയുള്ളൂ എൻ്റെ സുഹൃത്തുക്കളെ. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാഹു തആല നമുക്ക് കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവൻ്റെ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഹല്ലല റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാനിടയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഹല്ലല റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നു. ഹല്ലല റളിയല്ലാഹു തആല അൻഹു അവിടെ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അബൂബക്കറെ, നാഫക ഹല്ലല, ഹല്ലല മുനാഫിക്കായിരിക്കുന്നു, ഹല്ലല മുനാഫിക്കായിരിക്കുന്നു സിദ്ദീഖേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭയങ്കരമായ അത്ഭുതമായി. പെട്ടെന്ന് തന്നെ സുബ്ഹാനല്ലാഹ്, നീ എന്താണ് ഹല്ലല പറയുന്നത്? നീ മുനാഫിക്കായെന്നോ കാഫിറായെന്നോ പറയുന്നതിനേക്കാളും ഭയങ്കരമായ പ്രശ്നമാണ് ഈ മുനാഫിക്കാണെന്ന് പറയുന്നത്. അത്ഭുതത്തോടെ പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് ഹല്ലല നീ പറയുന്നത്? നീ മുനാഫിക്കായെന്നോ? ഹല്ലല പറഞ്ഞു, അതെ, ഞാൻ മുനാഫിക്കാണ് അബൂബക്കറേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹല്ലല റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, മാദാക ഹല്ലല, എന്താണ് ഹല്ലല നീ പറയുന്നത്? നീ മുനാഫിക്കായി പോയെന്നോ? വല്ലാത്ത വർത്തമാനമാണല്ലോ ഹല്ലല നീ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹല്ലല റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സിദ്ദീഖ് എന്നവരേ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സദസ്സിൽ പോയിരുന്നു കൊണ്ട് ഇൽമു കേൾക്കുന്നവരാണ്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ കേൾക്കുന്നവരാണ്. ഒരുപാട് ദീനീ വിജ്ഞാനം നമ്മൾ കേൾക്കുന്നവരാണ്. പക്ഷേ സിദ്ദീഖ് എന്റെ ഹബീബിന്റെ മുന്നിൽ പോയിരുന്നു കൊണ്ട് ദീനീ വിജ്ഞാനം കേൾക്കുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് പോലെയാണ്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് പോലെയാണ്. എനിക്ക് വല്ലാത്ത അനുഭൂതിയാണ് സിദ്ദീഖ് എന്ന് ബഹുമാനപ്പെട്ട ഹല്ലല റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്നിട്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഓ അബൂബക്കർ സിദ്ദീഖ്, എന്റെ ഹബീബിന്റെ മുന്നിൽ നിന്നുകൊണ്ട്, ഹളറത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് ഞാൻ കേൾക്കുന്നത്. വല്ലാത്തൊരനുഭൂതിയാണ്, വല്ലാത്തൊരനുഭവമാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ കേൾക്കുമ്പോ, പക്ഷേ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, എൻ്റെ വീട്ടുകാരിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, എൻ്റെ മക്കളിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, എൻ്റെ മാതാപിതാക്കളിലേക്ക് ഞാൻ വരുമ്പോ, എൻ്റെ ഭാര്യയുടെ സമീപത്തേക്ക് വരുമ്പോ, പക്ഷേ അവിടെ വെച്ചുകൊണ്ട് എൻ്റെ റബ്ബിനെ ഓർക്കാൻ എനിക്ക് കഴിയുന്നില്ല അബൂബക്കറേ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വല്ലാത്തൊരു അത്ഭുതമാണ്, അനുഭൂതിയാണ്. അവിടെ സ്വർഗത്തെ കേൾക്കുമ്പോ, നരകത്തെ കേൾക്കുമ്പോ, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് കേൾക്കുമ്പോ, സ്വർഗത്തിന്റെ സൗന്ദര്യത്തിന്റെ വർണ്ണതയെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത അനുഭവമാണ് എനിക്കുണ്ടാകുന്നത്. പക്ഷേ അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചൊല്ലുന്ന സമയത്ത് നസീതു അബൂബക്കർ, ഞാൻ മറന്നു പോകുന്ന അബൂബക്കർ, എന്റെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ ഞാൻ മറന്നു പോകുന്ന അബൂബക്കർ. അതുകൊണ്ട് നാഫക ഹല്ലല മുനാഫിഖാണ് അബൂബക്കർ, ഹല്ലല മുനാഫിഖാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹല്ലല റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹല്ലല റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു ചൊല്ലുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പുന്നാര നബിയുടെ മുന്നിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറഞ്ഞു. വഅലൈക്കും അസ്സലാം എന്ന് സലാം അടക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, എന്താണ് അബൂബക്കറേ പ്രശ്നം? നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ്? പറഞ്ഞോളൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ തങ്ങൾ ചോദിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഹല്ലലയ്ക്കൊരു പ്രശ്നമുണ്ട് നബിയേ, ഹല്ലലയ്ക്കൊരു പ്രശ്നമുണ്ട് നബിയേ. എന്താണ് പ്രശ്നമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഹല്ലല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, അങ്ങയുടെ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഇൽമിൻ്റെതായ ഓരോ മുത്തുകളും ഞാൻ പിറക്കിയെടുക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് കേൾക്കുമ്പോ, നരകത്തെ കുറിച്ച് കേൾക്കുമ്പോ, അല്ലാഹുവേ നരകത്തിന്റെ അദാബിനെ കുറിച്ച് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത ഭയമാണ് നബിയേ. സ്വർഗത്തിൻ്റെതായ പ്രൗഢിയെ കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷമാണ് നബിയേ. അതിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്നവരാണ്. പക്ഷേ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അതെല്ലാം എനിക്ക് മറന്നുപോകുന്ന നബിയേ, അതെല്ലാം എനിക്ക് മറന്നുപോകുന്ന പ്രവാചകരേ. എന്തോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, പേടിക്കണ്ട ഹല്ലല, പേടിക്കണ്ട ഹല്ലല, അതിന് ഞാനൊരു മരുന്ന് പറഞ്ഞു തരാമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട അൽ ഹാഫിദ് സിറാജുദ്ദീൻ അൽ ഖാസിമി, ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ അൽ ഖാസിമി ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നീട്ടിക്കൊണ്ടു പോകുന്നത് അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു മാർഗം. ബഹുമാനപ്പെട്ട ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് സാഅത്തും വസഅ, ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഹല്ലല ഈ മനസ്സിന് ഏകാഗ്രത, ഏത് സമയത്തും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്താഗതി നിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ട് നിൻ്റെ ഹൃദയത്തെ നിനക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് മഹാനായ ഹല്ലല റളിയല്ലാഹു തആല അൻഹുവിനോട് ആദരവായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഹല്ലലയോട് പറയുന്നു, നീ കരയണ്ട, നിൻ്റെ മനസ്സിനെ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുക. നീ കരയേണ്ട ഹല്ലല, നിൻ്റെ മനസ്സിനെ അല്ലാഹു തആല സ്വീകരിച്ചു. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് മൻ അഖ്ലസ ലില്ലാഹി 40 യൗമൻ, 40 ദിവസം നിഷ്കളങ്കതയോടെ അള്ളാഹുവിനെ നീ ഓർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, 40 ദിവസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനോടുള്ള സ്മരണ ഉണ്ടായി വരും. എന്നാൽ നമ്മുടെ നമസ്കാരത്തിലൊക്കെ നമുക്ക് ഏറ്റവും വലിയ ഒരു പരാതി എന്ന് പറയുന്നത്, നിസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല, നിസ്കാരത്തിൽ ഏകാഗ്രത കിട്ടുന്നില്ല. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരത്തിലൊക്കെ നമുക്ക് ആ ഒരു ഏകാഗ്രത കൊണ്ടുവരാൻ കഴിയും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.